ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ക്ഷേത്രനഗരമായ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പേര് സൂചിപ്പിക്കുന്നത് പോലെ പാർത്ഥസാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, രക്ഷസ്, ആദിശങ്കരാചാര്യർ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. 1000-ലധികം പഴക്കം വരുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പാണ്ഡവ മാതാവായ കുന്തിദേവി പൂജിച്ചതാണെന്നും ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് അദ്വൈത വേദാന്തിയായ ആദിശങ്കരാചാര്യരാണെന്നും വിശ്വസിച്ചു വരുന്നു. ഏറെക്കാലം നാശോന്മുഖമായി കിടന്നിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ഭാഗവത കുലപതി തിരുനാമാചാര്യർ ആഞ്ഞ മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുതുക്കി പണിയുകയായിരുന്നു. വാതാത്മജാതി ബഹുഭക്തഗണൈശ്ച വന്ദ്യ വാതാശനൈശ്ച ഹൃദയേ പരിഭാവിതാംഗ വാതാദിരോഗശമനായ കൃതാവതാര വാതാലയേശ കൃപയാ കുരു സുപ്രഭാതം. ഇന്ന് ഗുരുവായൂരിൽ വരുന്നവരിൽ പലരും ഇവിടെയും വരാറുണ്ട്. ധനുമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി 6 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ഗുരുവായൂരപ്പൻ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഇങ്ങോട്ടും പിന്നീട് വൈകുന്നേരം ഇവിടുത്തെ പാർത്ഥസാരഥി രഥത്തിലേറി തിരിച്ചും എഴുന്നള്ളാറുണ്ട്. ഇവ രണ്ടും കൂടാതെ അഷ്ടമി രോഹിണി, കുചേലദിനം, ശങ്കരജയന്തി തുടങ്ങിയ ദിവസങ്ങളും ആചരിച്ചു വരുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ വടക്കു മാറി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഇന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം പാണ്ഡവ മാതാവായ കുന്തിദേവി പൂജിച്ചിരുന്നതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ പുത്രന്മാരെ രക്ഷിച്ചതിന്റെ സ്മരണയ്ക്കായി പാർത്ഥസാരഥി രൂപത്തിൽ ഭഗവത് വിഗ്രഹം പണികഴിപ്പിച്ച് ആരാധന നടത്തിപ്പോന്ന അവർ പിന്നീട് വിഗ്രഹം ഗംഗാനദിയിൽ ജലാധിവാസം ചെയ്യുകയായിരുന്നു. 1000-കണക്കിന് വർഷം അങ്ങനെ ഗംഗയിൽ വിഗ്രഹം കിടന്നു. പിന്നീട് ഈ വിഗ്രഹം കേരളത്തിൽ എത്തിച്ചേരാനും ഇന്നത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടാനും കാരണമായ കഥ ഇങ്ങനെയാണ്. ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ അതുവഴി കടന്നുപോയത്. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം കാലടിയിലുള്ള ജന്മഗൃഹത്തിൽ നിന്ന് ശൃംഗേരിയിലെ തന്റെ വാസസ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. ഒരുപാട് സിദ്ധികൾ സ്വന്തമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ആകാശമാർഗം സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ശങ്കരാചാര്യർക്ക് മുന്നിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അന്ന് ഏകാദശി ആയതിനാൽ ഉടനെ ഭൂമിയിലിറങ്ങി ഗുരുവായൂരപ്പനെ വന്ദിച്ചു വേണം യാത്ര തുടരാനെന്ന് മഹർഷി ഉപദേശിച്ചെങ്കിലും ആചാര്യർ അത് അനുസരിച്ചില്ല. എന്നാൽ ശ്രീകോവിലിന്റെ മേൽക്കൂര കടന്ന ഉടനെ ആചാര്യർക്ക് ആകാശ സഞ്ചാരസിദ്ധി നഷ്ടപ്പെടുകയും അദ്ദേഹം തൽക്ഷണം ഗുരുവായൂർ ക്ഷേത്ര മതിലകത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വീഴുകയും ചെയ്തു. തത്സമയം ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കുകയായിരുന്നു. അബോധാവസ്ഥയിൽ കിടക്കുന്ന ശങ്കരാചാര്യരെ കണ്ടതും പരിഭ്രാന്തരായ ആളുകൾ എഴുന്നള്ളത്ത് നിർത്തുകയും വെള്ളം കൊണ്ടുവരാൻ ഓടുകയും ചെയ്തു. പിന്നീട് ബോധം വീണ്ടെടുത്ത ശങ്കരാചാര്യർ ഭഗവാനോട് ക്ഷമാപണം നടത്തുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ 41 ദിവസം ഭജനമിരുന്ന് ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ഇന്നും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആ പൂജാക്രമങ്ങളാണ് ഗുരുവായൂരിൽ നടത്തിപ്പോരുന്നത്. ഇതിനുശേഷം ശൃംഗേരിയിലേക്ക് മടങ്ങിപ്പോകാനിരുന്ന ശങ്കരാചാര്യർക്ക് വിശ്വരൂപഭാവത്തിൽ ഗുരുവായൂരപ്പന്റെ ദർശനം ലഭിക്കുകയുണ്ടായി. തദവസരത്തിൽ പാർത്ഥസാരഥി ഭാവത്തിലും തനിക്കൊരു ക്ഷേത്രം വേണമെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി. കൃഷ്ണ തേനീച്ച പുഷ്പത്തിലെ തേൻ മാത്രം നുകരുന്നതുപോലെ എന്തിലും നന്മ മാത്രം കാണാൻ ഒരു നല്ല മനസ്സു തരണേ എന്നും മക്കൾ പ്രാർത്ഥിക്കുക. സമർപ്പണത്തെക്കുറിച്ച്
അമ്മ എപ്പോഴും പറയാറുള്ളതാണ്. എന്തു ചെയ്യുമ്പോഴും അവിടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ മക്കൾ ശ്രമിക്കണം. എന്തും അവിടുത്തെ ഇച്ഛയായി കാണുവാനുള്ള ഒരു മനസ്സു തരണേ എന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. ഈ ശരണാഗതിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം.